കോഴിക്കോട് ജയിൽ വളപ്പിൽ ജീവനക്കാർക്ക് നേരെ ആക്രമണം. പുറത്തുനിന്നെത്തിയ 2 പേരാണ് ആക്രമണം നടത്തിയത്. ഇവരെ കസബ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സമീർ, വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പ്രതികൾ. എന്താണ് ജയിൽ വളപ്പിനുള്ളിൽ ഇവരെങ്ങനെയാണ് എത്തിയത്? എന്താണ് അവിടെ ഒരു വലിയ തർക്കത്തിലേക്ക് പോയ സാഹചര്യം? ഗോകുൽ, ഈ പ്രതികളുടെ കൂട്ടുപ്രതികൾ ജയിലിലുണ്ട്. സബ് ജയിലിൽ നിന്ന് അവരെ ഇന്ന് ജില്ലാ ജയിലിലേക്ക് മാറ്റിയിരുന്നു. ആ വേളയിൽ അവരെ സന്ദർശിക്കണം എന്നാവശ്യമായാണ് ഈ പ്രതികൾ ജയിൽ വളപ്പിനകത്തേക്ക് കയറിയത്. എന്നാൽ 5 മണിക്ക് ശേഷമാണ് പ്രതികൾ എത്തിയത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ജയിലിനകത്ത് കഴിയുന്ന പ്രതികളെ കാണാൻ അനുവദിക്കില്ല എന്ന നിലപാട് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു. അതേ തുടർന്ന് വാക്കേറ്റമുണ്ടായി. ഈ 2 പ്രതികൾ, അതായത് കണ്ണൂർ സ്വദേശിയായിട്ടുള്ള അജിത് വർഗീസും ഒപ്പം തന്നെ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയായിട്ടുള്ള ജിൽഷാദും, ഈ 2 പേരാണ് ജയിലിലെത്തുകയും ഉദ്യോഗസ്ഥരോട് കയർക്കുകയും ചെയ്തത്. വലിയ രീതിയിലുള്ള വാക്കേറ്റം ഉണ്ടാകുന്നു. അതിനൊടുവിലാണ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ആ സംഘർഷത്തിലാണ് അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറായിട്ടുള്ള രഞ്ജീഷ്, അതുപോലെ തന്നെ ജയിലിലെ മറ്റ് ജീവനക്കാരായിട്ടുള്ള പ്രദീപ്, നിതിൻ എന്നിവർക്ക് പരിക്കേറ്റത്. ഈ 3 പേരും ചികിത്സ തേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രതികൾക്കും പരിക്കേറ്റ ഒരു സാഹചര്യമുണ്ടായി. പ്രതികൾ വലിയ രീതിയിൽ കയർക്കുകയും അതിനൊടുവിൽ ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് പ്രതികളെ പിടികൂടുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇവർക്കെതിരെ അക്രമം ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതികൾക്കും പരിക്കേറ്റുള്ളത്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ, ഈ ജയിൽ ഉദ്യോഗസ്ഥരായിട്ടുള്ള 3 പേരും അതുപോലെ തന്നെ മറ്റ് പ്രതികളായിട്ടുള്ള ഈ 2 പേരും ചികിത്സ തേടിയിട്ടുണ്ട്. ഇവർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യവുമായിക്കൊണ്ട് ജയിലിൽ നിന്നുള്ള ഒരു ഉത്തരവ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതൊരു പരാതിയായിക്കൊണ്ട് അല്പസമയത്തിനകം തന്നെ നൽകും എന്ന കാര്യവും ജയിൽ സൂപ്രണ്ട് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പരാതി ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും തുടർ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യുക. ഇപ്പോൾ ഈ 2 പ്രതികളും കസബ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഈ ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ തുടർന്നുള്ള നടപടിയിലേക്ക് നീങ്ങും. അവരുടെ അറസ്റ്റ് ഉൾപ്പെടെ അവരുടെ മൊഴി രേഖപ്പെടുത്തുന്നതും തുടർന്നുള്ള നടപടികളും ഉണ്ടാകും. എന്തായാലും അനിഷ്ട സംഭവം ഉണ്ടാവുകയും അതിനൊടുവിൽ ഇപ്പോൾ ഈ 2 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരിക്കുന്നു. ഈ പ്രതികൾക്കും അതുപോലെ തന്നെ ജയിൽ ഉദ്യോഗസ്ഥരായിട്ടുള്ള 3 പേർക്കുമാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഒരു പശ്ചാത്തലമാണ് ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഗോകുൽ. ശരി, സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നിശ്ചയിച്ചിരുന്ന സന്ദർശന സമയത്തിന് ശേഷം ജയിലിൽ പ്രതികളെ കാണാനെത്തിയ 2 പേരാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഏതായാലും അവരെ കോഴിക്കോട് ജയിലിലെ ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് കീഴ്പ്പെടുത്തുകയായിരുന്നു. 2 പേരെ ഇപ്പോൾ കസബ സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നു.